വീടിന്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ എവിടെ നോക്കിയാലും ആകെ മൊത്തത്തിൽ ഒരു മഞ്ഞമയാണ്. എന്താ കാരണം? ഇവിടെ ഇപ്പൊ സമ്മർ സീസൺ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും മൊത്തത്തിൽ പൂത്തുലഞ്ഞ് സൺഫ്ലവേഴ്സ് ഇങ്ങനെ നിൽപ്പുണ്ടാവും. ആ വെയിലത്ത് ഇങ്ങനെ സൺഫ്ലവർ നിൽക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. സൺഫ്ലവർ കാണുമ്പോൾ എനിക്കൊരാഗ്രഹം സൺഫ്ലവർ ഉണ്ടാക്കി നോക്കാനായിട്ട്. ചെറിയ സൺഫ്ലവർ ഒന്നും അല്ല, നോർമലി എന്തോ വലിപ്പമാണോ ഉള്ളത് ആ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിന്റെ പെറ്റൽസും സ്റ്റെമ്മും ലീഫും എല്ലാം നമ്മൾ പേപ്പർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പേപ്പർ പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നും ഇല്ലാണ്ടാണ് ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തത്. അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് ഒട്ടിച്ച് വന്നപ്പോഴേക്കും എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നത് ശരിയാവോന്ന്. പക്ഷെ എല്ലാ പെറ്റൽസും ഒട്ടിച്ച് വന്നപ്പോഴേക്കും ആ ഒരു ഡൗട്ട് അങ്ങ് മാറി. ആ സെന്ററിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തേയിലപ്പൊടിയാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ബ്രൗൺ പേപ്പർ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതാവുമ്പോൾ കുറച്ച് എളുപ്പപ്പണിയുമാണ്, ആ ഒരു ലുക്കും കിട്ടും. നമ്മുടെ ഫ്ലവറിന്റെ ടോപ്പ് പോർഷൻ റെഡി ആയ സ്ഥിതിക്ക് നമുക്ക് ഇനി സ്റ്റെമ്മും ലീഫും കട്ട് ചെയ്തെടുക്കാം. സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സ്റ്റിക്കിലേക്ക് റോൾ ചെയ്താണ് എടുക്കുന്നത്. 2 ലീഫും വരച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സൺഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ സൺഫ്ലവർ? ഈസി അല്ലേ? ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് മറക്കാണ്ട് ചെയ്യണേ.